ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്താണെന്നറിയാമോ? നമ്മുടെ പഫ്സ് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നോളി. നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടേ? നല്ല കിടുക്കാഴ്ചയായിട്ട് ആയി വന്നിട്ടുണ്ടേ. നമ്മൾ ഫ്രോസൻ്റെ ഷീറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ആ ഷീറ്റ് ഫ്രോസൻ്റെ പുറത്തെടുത്ത് കുറച്ച് നെയ്യും പുരട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. ഒരു 1.5 ഉള്ളി, മീഡിയം സൈസ് 1.5 ഉള്ളി ചെറുതായി മുറിച്ചത്, പിന്നെ മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ആദ്യം പറഞ്ഞതാണ് കറിവേപ്പില. ഇനി ഗ്യാസ് ഓണാക്കി നമ്മളൊരു പാൻ വെക്കുന്നു, ഓയിൽ ഒഴിച്ചെടുക്കുന്നു. ഇനി അതിലോട്ട് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച ഉള്ളിയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നായി ചതച്ചതാണ്. പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നമുക്ക്. നന്നായി വഴറ്റി കൊടുക്കുന്നു. ഇത് സിമ്പിൾ മസാലയാണ് കേട്ടോ, കുറേ ഇതൊന്നുമില്ലാത്ത സിമ്പിൾ ഐറ്റംസ്, സിമ്പിൾ മസാല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിരുന്നേരം നമ്മൾ കുരുമുളക് പൊടി, ഞാനിവിടെ ഇപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മല്ലിച്ചപ്പ്. ഞാൻ ഇടയ്ക്കാണ് ബാക്കി കുരുമുളക് പൊടി ഇട്ടത്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അങ്ങ് വേവിക്കുക. നോക്കി അതിൻ്റെ കളറിങ്ങനെ മാറും. മസാലയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം ഉള്ളി നല്ലോണം വേവണം കേട്ടോ, എന്നാലേ പപ്സിന് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്ത് വീണ്ടും ഇളക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ മസാല റെഡിയായി, കളറൊക്കെ നല്ല ഉള്ളിയിലൊക്കെ മസാലയൊക്കെ പിടിച്ചു. നമ്മൾ മസാല റെഡിയായി. ഇനി നമുക്ക് ഒരു മുട്ട അങ്ങ് പൊട്ടിച്ചൊരു ബൗളിലേക്കൊന്ന് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം. അതങ്ങ് അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ മുട്ട പുഴുങ്ങിയതുണ്ട്, ഒരു 3 മുട്ടയാണ് പുഴുങ്ങിയിരിക്കുന്നത്. 6 പപ്സാണ് ഉണ്ടാക്കുന്നത്. അത് നേരെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ മുട്ട. ഇനി നമ്മൾ ഷീറ്റ് എടുത്ത് ചെറുതായി 4 തട്ട് തൂന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ റെഡിയായ മസാല ആവശ്യത്തിനുള്ള അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് പകുതി മുട്ട നേരെ മറിച്ച് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി ഓരോ ഭാഗവും നമുക്ക് അടച്ചു വെക്കാം. ഇതുപോലെ അടക്കുക. ഇനി മറ്റേ ഭാഗവും അതൊക്കെ ചെയ്താൽ മതി, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചു. ഇതിപ്പോൾ നമ്മൾ ഓവനിലാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഹോൾസൊന്നും വലിയ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഹോൾസ് അടക്കുന്നുണ്ട്, ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് അടച്ചതാ ഇതുപോലെ ആക്കി. ഇനി അടുത്ത ഒന്നും കൂടി കാണിച്ചത്. ഇനി അതും 4 ഭാഗവും ഇതുപോലെ പരത്തി കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ 4 ഭാഗവും ഇതുപോലെ പരത്തി കൊടുക്കുന്നു. ഇനി അതിലോട്ട് നമുക്ക് മസാല ഇടാം. ആ മസാല ഇട്ടു. ഇനി നേരത്തെ പോലെ തന്നെ ആ പകുതി മുട്ട അങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് അടക്കാം, ക്ലോസ് ചെയ്യാം. ഇത് 2 ഞാൻ കാണിക്കുന്നുള്ളേ, 6 കാണിച്ച് പിന്നെ ഒരുപാട് ടൈം ആയി പോകും. അപ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നല്ല ഈ രീതിയിലൊന്ന് ആക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിങ്ങനെ അടച്ചു വെക്കുക. ഈ ഭാഗം എല്ലാ ഭാഗവും അങ്ങനെ അടച്ചു വെച്ചു. ഞാൻ പറഞ്ഞ ഹോള് വന്നാലൊന്നും പ്രശ്നമില്ല ഇതിന്, കാരണം ഓവനിൽ ചെയ്യുന്നതാണ് കൊണ്ട് പ്രശ്നമില്ല. ഒരു ഭാഗമാക്കി വെച്ചു. അങ്ങനെ നമ്മളെ 6 പഫ്സ് ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാം പല വിധത്തിലാണ്, ഓരോ ഷേപ്പുകളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് പഫ്സ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് മടക്കലിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇനി നമ്മൾ ആ മുട്ട അടിച്ചു വെച്ചതല്ലേ, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. എൻ്റെ ബ്രഷ് പോയി അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ചെയ്യുന്നത്. ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല കണ്ടീഷനായിട്ട് ആവും. അങ്ങനെ നമ്മുടെ 6 പീസും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഒരു 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവൺ അങ്ങ് തുറക്കുന്നു. ഇനി അതിലോട്ട് അങ്ങ് വെക്കാം. ചൂടുണ്ടാവും, ശ്രദ്ധിക്കണേ. ഓവൺ അതൊക്കെ അങ്ങ് വെച്ച് കൊടുത്തു. ഇനി അടച്ചു വെച്ച് നമുക്ക് 20 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. 20 മിനിറ്റ് സെറ്റ് ചെയ്തു. നമ്മൾ സ്റ്റാർട്ടായി.
വേവിന്ന് സ്റ്റാർട്ടാകുന്നുണ്ട്. ബേക്കിംഗ് സ്റ്റാർട്ടായി. ഏകദേശം ഒരു 10 മിനിറ്റ് ബേക്കിംഗ് ആയി. നോക്കിയേ, ഏകദേശം പകുതി വെന്തത്. ഇതാ നമ്മൾ 20 മിനിറ്റ് കറക്റ്റായി. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. മാഷാ അല്ലാ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഓരോന്നും ഓരോ സ്റ്റൈലിലാണ്. നോക്കി ഓരോന്നിൻ്റെ സ്റ്റൈല്. പക്ഷേ കിടുവായി നല്ല കറക്റ്റ് വേവൊക്കെ വന്നിട്ടുണ്ട് എല്ലാം. മാഷാ അല്ലാ, തബാറക്കല്ലാ. നോക്കിയേ നമ്മുടെ പഫ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിടു ഐറ്റമാണ്. നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഓവണില്ലാത്തവർക്ക് ഫ്രൈ ചെയ്താൽ മതി വെളിച്ചെണ്ണയിൽ. നമുക്ക് പഫ്സ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി 3 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കിയേ, കുറച്ച് സ്റ്റൈലിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കാണിച്ചു തരാം. ഓരോ പഫ്സും 4 നല്ല അടിപൊളി വന്നിട്ടുണ്ട്. 2 ഇങ്ങനെ ഓരോ ഓപ്പൺ ആയ പോലെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.